യോ ഗായ്സ്, ഇനി നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ജുജുത്സു കൈസൻ സീസൺ 2 എക്സ്പ്ലനേഷൻ ആണ്. കഴിഞ്ഞ വർഷത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് ആനിമി സീസൺ ഒന്നാണിത്. 23 എപ്പിസോഡുകളാണ് സീസൺ 2 റിലീസായിരിക്കുന്നത്. അതിൽ തന്നെ ഗോജോയുടെ പാസ്റ്റ് കാണിക്കുന്ന ആർക്കാണ് ആദ്യത്തെ 5 എപ്പിസോഡുകൾ. ബാക്കിയുള്ളത് ഷിബിയോ ഇൻസിഡന്റ് ആർക്കുമാണ്. സോ അധികം പറയാതെ തന്നെ നമുക്ക് എപ്പിസോഡ് 1 പോകാം. എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ സീരീസിലെ മെയിൻ വില്ലനായ സുഗുറു ഗേത്തോയെ കാണിച്ചുകൊണ്ടാണ്. എന്നാൽ ഇത് പാസ്റ്റിൽ നടക്കുന്ന കാര്യങ്ങളായതിനാൽ ഗേത്തോ ആ സമയത്ത് നല്ലൊരു ജുജുത്സു സോഴ്സറർ ആയിരുന്നു, കൂടാതെ ഗോജോയുടെ ക്ലാസ്മേറ്റും. അങ്ങനെ ഗേത്തോ തന്റെ ജുജുത്സു ടെക്ക് അവസാനിപ്പിക്കാനുണ്ടായ കഥ 2 കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നതായാണ് ഈ ആർക്ക് കാണിക്കുന്നത്. എന്നുമുള്ള ഈ കേഴ്സിനെ എക്സസൈസ് ചെയ്യുന്ന ജോലി ചെയ്ത് ബോർ അടിച്ചിരിക്കുന്ന ഗേത്തോയാണ് ഇവിടെ കാണിക്കുന്നത്. ശേഷം അയാൾ ജുജുത്സു ടെക്ക് ഉപേക്ഷിക്കുന്നതും അത് നോക്കി നിൽക്കുന്ന ഗോജോയും കാണിക്കുന്നു. ശേഷം വലിയൊരു ബംഗ്ലാവിൽ കയറിയ കേഴ്സിനെ നശിപ്പിക്കാനുള്ള മിഷനുമായി പോകുന്ന യങ് ആയ മേമയും ഉത്താഹിമയും കാണിക്കുന്നു. അവർ അവിടെ പണ്ട് താമസിച്ചിരുന്നവരെടുത്ത് ആ ബംഗ്ലാവിന്റെ വീഡിയോകൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കെ ഉത്താഹിമ ആ ഇടത്തെക്കുറിച്ച് വിശദീകരിക്കുന്നു. ഈ സ്ഥലം ഒരു ബാർബിക്യൂ ചെയിൻ സ്റ്റോർ വിറ്റുകൊണ്ടിരുന്ന വ്യക്തിയുടെ വീടായിരുന്നു. എന്നാൽ ജൂലിയുടെ അവസാനം അയാളുടെ കച്ചവടം നഷ്ടത്തിലായതിനെ തുടർന്നുണ്ടായ കടം മൂലം ആ ഫാമിലി മുഴുവനും സൂയിസൈഡ് ചെയ്യുകയാണ് ഉണ്ടായത്. പിന്നീടാണ് ആ സ്ഥലം വളരെ ഫേമസ് ആയ ഹോണ്ടഡ് പ്ലേസ് ആയി മാറിയത്. എന്നാൽ ഒരുപാട് സ്റ്റുഡൻസും മറ്റാളുകളും തങ്ങളുടെ ധൈര്യം ടെസ്റ്റ് ചെയ്യാനായി അങ്ങോട്ടേക്ക് പോവുകയുണ്ടായി. എന്നാൽ അവരെല്ലാം പിന്നീട് കാണാതാവുകയാണ് ഉണ്ടായത്. അതുകൂടാതെ തന്നെ ഈ അടുത്തായി 3 സ്റ്റുഡൻസ് അവരുടെ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴിയെ മിസ്സിംഗ് ആവുകയും അവരെ തിരഞ്ഞ ബംഗ്ലാവിലേക്ക് പോയ അവരുടെ ഫാമിലി മെമ്പേഴ്സും ഈവൻ പോലീസിനെയും വരെ കാണാതായെന്നും അതിനാൽ നമ്മൾ ഇത് ഉടൻ തന്നെ പരിഹരിക്കണമെന്നും ഉത്താഹിമ പറയുന്നു. അങ്ങനെ സ്ഥലത്തെത്തിയപ്പോൾ വെയിൽ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയ ഉത്താഹിമയെ തടഞ്ഞുകൊണ്ട് മെയ് തനിക്കൊരു കേസിനെയും ഇവിടെ സെൻസ് ചെയ്യാൻ കഴിയുന്നില്ല, അതിനാൽ തീർച്ചയായും അവ ബംഗ്ലാവിനുള്ളിലായിരിക്കുമെന്ന് പറയുന്നു. അങ്ങനെ അകത്ത് കയറിയ അവർ 2ആയി പിരിഞ്ഞ് അവിടെ മുഴുവൻ പെട്ടെന്നൊന്ന് സെർച്ച് ചെയ്യാമെന്ന് പറയുന്നു. എന്നാൽ ഉത്താഹിമയുടെ ഉള്ളിൽ നല്ല പേടിയുണ്ടായിരുന്നു. അവൾ ഒറ്റയ്ക്ക് മുകളിലേക്ക് പോയി അവിടെ മുക്കി ഒന്ന് സെർച്ച് ചെയ്യുന്നു. എന്നാൽ പെട്ടെന്ന് കട്ടിന്റെ അടിയിൽ നിന്ന് എലികളെ കണ്ട് അവൾ പേടിച്ച് ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങുന്നു. എന്നാൽ അവളുടെ പുറകിൽ നിന്ന് മെയ്മെ അവളെ തൊട്ടപ്പോൾ അവൾ പേടിച്ച് നിലവിളിക്കുന്നു. ശേഷം ഉത്താഹിമയെ താൻ ഫസ്റ്റ് ഫ്ലോറിലെ ചെക്കിങ് കഴിഞ്ഞു എന്ന് മെയ്യോട് ചോദിക്കുന്നു. എന്നാൽ മെയ് ഇതാണ് ഫസ്റ്റ് ഫ്ലോർ എന്ന് അവളോട് തിരിച്ചു പറഞ്ഞപ്പോൾ ഉത്താഹിമ ആശ്ചര്യപ്പെടുന്നു. അപ്പോൾ കാര്യം മനസ്സിലായ മെയ് അവൾക്കത് വിശദീകരിച്ചു കൊടുക്കുന്നു. ഞാൻ അടുപ്പിച്ച് 3 തവണയാണ് ഈ ചിപ്സിന്റെ പാക്കറ്റും ബാഗും മറ്റും കാണുന്നത്, കൂടാതെ ഞാനിവിടെ ഒരു അടയാളവും ഇട്ടിരുന്നു. അതിനാൽ നമ്മളിവിടെ ഇപ്പോൾ ട്രാപ്പായിരിക്കുകയാണ്. അങ്ങനെ അവരത് ചെക്ക് ചെയ്യാനായി വീണ്ടും നടന്നുകൊണ്ടേയിരിക്കുന്നു. അതിനിടയിൽ ഉത്താഹിമ ഇതൊരു ഡൊമൈൻ ആയിരിക്കുമോ എന്ന് സംശയിച്ചപ്പോൾ മെയ് ഇതൊരു ബാരിയർ ടെക്നിക്കാണെന്നും ഇതിലൂടെ ട്രാപ്പായ വിക്ടിംസിനെ ചിലപ്പോൾ ആ കേസ് കൊന്നു കളഞ്ഞു കാണുമെന്നും പറയുന്നു. കൂടാതെ ഉത്താഹിമയ്ക്ക് മെയ് ഇതിൽ നിന്നും അവൾ എങ്ങനെ രക്ഷപ്പെടുമെന്ന് കണ്ടുപിടിക്കാനും പറയുന്നു. അങ്ങനെ അത്രയും നേരം നടന്നത് വെച്ച് ഉത്താഹിമ കണ്ടുപിടിച്ച കാര്യങ്ങളും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗവും അവൾ വിശദീകരിക്കുന്നു. ഉത്താഹിമ തുടർച്ചയായി 4 തവണ ഇതിലൂടെ പാസ് ചെയ്തു പോയി. ഈ കോറിഡോറിന്റെ ലൂപ്പും ഒരു ഡോണറ്റിന്റെ ഷേപ്പിലായിരിക്കുമെന്ന് അവൾ അനുമാനിക്കുന്നു. കൂടാതെ ഓരോ തവണ അവൾ ഇതിലൂടെ പാസ് ചെയ്തപ്പോഴും അവൾ അവിടെ എത്താനായി എടുത്ത സ്റ്റെപ്സിന്റെ എണ്ണത്തിൽ വ്യത്യാസം സംഭവിച്ചിരിക്കുന്നത് അവൾ ശ്രദ്ധിച്ചു. ആയതിനാൽ ഈ ലൂപ്പ് പല പല പീസുകളായാണ് വെച്ചിരിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. അത് നമ്മൾ നടന്നു നീങ്ങുന്നതനുസരിച്ച് ആ കേഴ്സ് റിപ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനാൽ ഈ ബാരിയറിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനായി വളരെ സ്പീഡിൽ നേരെ ഓടിയാൽ ആ കേഴ്സിന് റിപ്ലേസ് ചെയ്യാൻ ടൈം കിട്ടാതെ ലൂപ്പ് ബ്രേക്ക് ആകുമെന്ന് അവൾ പറയുന്നു. എന്നാൽ അവൾ പറഞ്ഞത് ഒരു നല്ല പ്ലാൻ ആയിരുന്നിട്ടും മെയ് അവൾക്ക് 90 പോയിന്റേ നൽകിയുള്ളൂ. കാരണം അതിലും നല്ലൊരു പ്ലാൻ അപ്പോഴും ഉണ്ടായിരുന്നു. അതെന്തെന്നാൽ 2 പേരും ഒരേ സമയം എതിർവശങ്ങളിലേക്ക് ഓടുകയാണെങ്കിൽ ഈ ലൂപ്പ് വളരെ ഈസിയായി ബ്രേക്ക് ചെയ്യാമെന്ന് ഉത്താഹിമയ്ക്ക് മനസ്സിലാകുന്നു. അങ്ങനെ ഇത് കഴിഞ്ഞാൽ തന്റെ പ്രൊമോഷന്റെ കാര്യം മുകളിൽ അറിയിക്കണമെന്ന് പറഞ്ഞ് ഉത്താഹിമയും മെയ്യും എതിർവശങ്ങളിലേക്ക് ഓടുന്നു. അങ്ങനെ ആ ബാരിയർ ബ്രേക്കായി അവർ ലൂപ്പിൽ നിന്നും പുറത്തു കിടക്കുന്നു. അങ്ങനെ ആ വലിയ ബംഗ്ലാവ് മുഴുവൻ ഇടിഞ്ഞു വീഴുന്നു. അങ്ങനെ എല്ലാം അവസാനിച്ച ശേഷം നിലത്ത് കിടക്കുന്ന ഉത്താഹിമയെ നോക്കിക്കൊണ്ട് ഞാൻ നിന്നെ രക്ഷിക്കാൻ വന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് ഗോജോ അവിടേക്ക് എത്തുന്നു. എന്നാൽ തനിക്ക് ആരുടെയും സഹായത്തിന്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞ് അവൾ നാക്ക് വായിലേക്ക് ഇട്ടതും അവളുടെ തൊട്ടുപുറകിൽ നിന്നും ആ ബംഗ്ലാവിലെ ശരിക്കുമുള്ള കേഴ്സ് പുറത്തേക്ക് വരുന്നു. അവളൊന്ന് പേടിച്ചെങ്കിലും പെട്ടെന്ന് തന്നെ ഗേത്തോയുടെ കേഴ്സ് വന്ന് ആ കേഴ്സിനെ വിഴുങ്ങാൻ തുടങ്ങുന്നു. എന്നാൽ ഗേത്തോ അതിനെ തടഞ്ഞുകൊണ്ട് താൻ പിന്നീട് തന്നെ അബ്സോർബ് ചെയ്തോളാമെന്ന് അതിനോട് പറയുന്നു. എന്നാൽ ഇത്രയൊക്കെ ചെയ്തിട്ടും തന്നെ ഒന്നും മൈൻഡ് പോലും ചെയ്യാതെ നിൽക്കുന്ന ബാക്കിയുള്ളവരെ കണ്ട് ഉത്താഹിമയ്ക്ക് ദേഷ്യം വരുന്നു. എന്നാൽ അപ്പോഴേക്കും ഗോജോയുടെ ക്ലാസ്മേറ്റ് ആയ ഷോക്കോ ഉത്താഹിമയെ വിളിച്ച് അവൾക്ക് എന്തെങ്കിലും പറ്റി വന്നൊക്കെ അന്വേഷിക്കുന്നത് കേട്ടപ്പോൾ സന്തോഷം കൊണ്ട് അവൾ ഷോക്കോയെ പോയി കെട്ടിപ്പിടിക്കുന്നു. അതേസമയം ഗോജോ അവളെ കളിയാക്കിക്കൊണ്ടേയിരിക്കുന്നു. എന്നാൽ അവർ അതിനുള്ളിൽ പെട്ടിട്ട് 2 ദിവസമായിരുന്നു എന്ന് കേട്ട് ഉത്താഹിമ ഞെട്ടുന്നു. അപ്പോൾ ഗോജോയ്ക്ക് ഈ കേഴ്സിനെ ടൈം മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് മനസ്സിലാകുന്നു. എന്നാൽ അതേസമയം മിസ് മെയ് തന്റെ 2 ദിവസത്തെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ ജോലി കാരണം അഡീഷണൽ കോമ്പൻസേഷൻ ആവശ്യപ്പെടണമെന്ന് തീരുമാനിക്കുന്നു. കൂടാതെ ഇത്രയൊക്കെ നടന്നിട്ടും അവരെന്താണ് വെയിൽ ക്രിയേറ്റ് ചെയ്യാഞ്ഞതെന്ന് മെയ് അവരോട് ചോദിക്കുന്നു. ഇത് കേട്ട് അവർ 3 അമ്പരന്ന് നിൽക്കുന്നു. അങ്ങനെ അവിടെ സംഭവിച്ച കാര്യങ്ങളെല്ലാം ടിവിയിൽ വാർത്തയാവുന്നു. ശേഷം മാസ്റ്റർ മസാമിച്ച് അവരെ 3 പേരെയും വിളിച്ച് ആരാണ് വെയിൽ ക്രിയേറ്റ് ചെയ്യാൻ മറന്നുപോയതെന്ന് ചോദിച്ചപ്പോൾ അവർ 2ഉം ഗോജോയുടെ നേരെ വിരൽ ചൂണ്ടുന്നു. എന്നാൽ ഗോജോ തങ്ങൾക്കിനി കുറ്റവാളികളെ കണ്ടുപിടിക്കാനുള്ള മിഷൻസ് തരുമോ എന്ന് ചോദിച്ചപ്പോൾ മസാമിച്ച് അവന്റെ തലക്കെട്ട് നല്ലൊരു ഇടി വെച്ച് കൊടുക്കുന്നു. ശേഷം ബാസ്കറ്റ്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ഗോജോ വെയിൽ ക്രിയേറ്റ് ചെയ്യാതിരിക്കുന്നത് അത്ര വലിയ കുറ്റമൊന്നുമല്ല. കാരണം സാധാരണ മനുഷ്യർക്ക് കേഴ്സിനെ ജുജുത്സുവിനെ കാണാൻ കഴിയില്ലല്ലോ, പിന്നെന്താന്ന് ചോദിച്ചപ്പോൾ
ഗേത്തോ അയാളെ എതിർത്തുകൊണ്ട് നമ്മുടെ ത്രെഡ്സിനെ ഹൈഡ് ചെയ്യേണ്ടത് വളരെ അനിവാര്യമാണ്. ആയതിനാൽ വെയിൽ ക്രിയേറ്റ് ചെയ്യേണ്ടത് നിർബന്ധമാണ്. കാരണം ചിലപ്പോൾ കേഴ്സിനെ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമുക്കതൊരു തടസ്സമായേക്കാം. അപ്പോൾ ഗോജോ, എങ്കിലും ഈ വീക്കായ ആളുകൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നത് മടുപ്പല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഗേത്തോ അതിനുള്ള മറുപടിയായി പറയുന്നു, ദുർബലർക്ക് അതിജീവിക്കാൻ വേണ്ടിയുള്ള ഒരു ചുറ്റുപാടാണ് സമൂഹം ക്രിയേറ്റ് ചെയ്യേണ്ടത്. സ്ട്രോങ് ആയവരെ സപ്രസ് ചെയ്ത് വീക്കായവരെ സപ്പോർട്ട് ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം ജുജുത്സു നിലനിൽക്കുന്നത് തന്നെ വീക്കായവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ്. എന്നാൽ ഇത്രയും ഗ്രാൻഡായ ഒരു സ്പീച്ച് കേട്ട ഗോജോ തനിക്ക് ഇത്തരം സ്പീച്ചുകൾ ഇഷ്ടമല്ലെന്ന് പറയുന്നു. എന്തെന്നാൽ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടുന്നതും പവർ ഉള്ളത് കൊണ്ടുള്ള റെസ്പോൺസിബിലിറ്റികൾ കാണിക്കുന്നതുമെല്ലാം വീക്കായ ആളുകളുടെ സ്വഭാവമാണെന്ന് ഗോജോ പറയുന്നു. എന്നാൽ ഇത് ഗേത്തോയ്ക്ക് ഒട്ടും തികച്ചില്ല. എന്നാൽ ഗോജോ പിന്നെയും അയാളെ കളിയാക്കിക്കൊണ്ടേയിരുന്നു. അങ്ങനെ അതൊരു വലിയ ഫൈറ്റിലേക്കാണ് പോകുന്നതെന്ന് മനസ്സിലാക്കി ഷോക്ക് അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നു. എന്നാൽ കറക്റ്റ് സമയത്ത് തന്നെ മസാമിച്ചി അവരുടെ അടുത്തേക്ക് വരുന്നു. അങ്ങനെ വീണ്ടും അവർക്ക് അയാൾ ഒരു മിഷനുമായി എത്തുന്നു. അങ്ങനെ അതിനെപ്പറ്റി സംസാരിച്ചപ്പോഴാണ് അയാൾ മാസ്റ്റർ തെങ്കനാണ് അവർ ഈ മിഷനെ റെക്കമെൻഡ് ചെയ്തതെന്ന് കേട്ട് അവർ ഞെട്ടുന്നു. ശേഷം അവരുടെ ജോലി സ്റ്റാർ പ്ലാസ്മ വെസലിനെ സംരക്ഷിക്കുകയാണെന്ന് അയാൾ പറയുന്നു. അപ്പോൾ ഗേത്തു മാസ്റ്റർ തെങ്കൻ ആരാണെന്ന് വിശദീകരിക്കുന്നു. പ്രപഞ്ചത്തിലെ തന്നെ എല്ലാ ജുജുത്സു പവറിന്റെയും സോഴ്സും ജുജുത്സു സ്കൂളുകളുടെ സംരക്ഷണവും മാസ്റ്റർ തെങ്കൻ മൂലമാണ് നടക്കുന്നത്. അതിനാൽ അയാളെ കൂടാതെ ഒന്നും ഇവിടെ ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ മാസ്റ്റർ തെങ്കൻ തന്റെ സ്റ്റാർ പ്ലാസ്മ വെസലായി ഒരു പെൺകുട്ടിയെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അതിനാൽ അടുത്ത പൗർണമിയിൽ അവൾ മാസ്റ്റർ തെങ്കനുമായി ലയിക്കുന്നത് വരെ അടുത്ത 2 ദിവസത്തേക്ക് അവളെ ഗോജോയും ഗേത്തോയും സംരക്ഷിക്കണമെന്നതാണ് അവരുടെ മിഷൻ. ഇനി എന്തിനാണ് തെങ്കൻ ഈ പെൺകുട്ടിയുടെ ആവശ്യമെന്ന് ചോദിച്ചാൽ, മാസ്റ്റർ തെങ്കൻ ഒരു ഇമ്മോർട്ടലാണ്. പക്ഷെ അത് അയാളുടെ ശരീരത്തെ വാർദ്ധക്യത്തിൽ നിന്നും സംരക്ഷിക്കുന്നില്ല. അതിനാൽ അയാൾക്ക് എല്ലാ 500 വർഷം കൂടുമ്പോഴും മറ്റൊരു ശരീരവുമായി മാറേണ്ടതുണ്ട്. ചിലപ്പോൾ അയാൾ ജുജുത്സു വേൾഡിന് തന്നെ ഒരു അപകടമായി മാറിയേക്കാം. പക്ഷെ അതല്ല ഇപ്പോൾ പ്രശ്നം. വേറെ 2 കൂട്ടം ആളുകൾ ഈ പെൺകുട്ടിയെ കൊല്ലാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഒന്ന് കേസ് യൂസർ ഗ്രൂപ്പ് ക്യൂ. നിലവിലെ ജുജുത്സു സാമ്രാജ്യത്തെ അട്ടിമറിക്കാൻ വേണ്ടിയാണ് അവർ ഇതിന് ശ്രമിക്കുന്നത്. എന്നാൽ രണ്ടാമത്തെ ഗ്രൂപ്പ് മാസ്റ്റർ തെങ്കനെ തന്നെ ആരാധിക്കുന്ന ടൈം വെസൽ ഗ്രൂപ്പാണ്. അതിനാൽ ഇവരിൽ നിന്ന് സ്റ്റാർ പ്ലാസ്മ വെസലിനെ സംരക്ഷിച്ചില്ലെങ്കിൽ അത് നമ്മുടെ സൊസൈറ്റിയെ തന്നെ ബാധിക്കുമെന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മാസ്റ്റർ മസാമിച്ചി അവർക്ക് ആ മിഷൻ നൽകുന്നു. എന്നാൽ മസാമിച്ചി അത്രയും സീരിയസ് ആയ കാര്യങ്ങൾ പറഞ്ഞിട്ടും അതിന്റെ ഒരു കൂസലുമില്ലാതെ അവർ രണ്ടും തങ്ങളുടെ മിഷന്റെ ഭാഗമായി സ്റ്റാർ പ്ലാസ്മ വെസലിനെ കാണുവാനായി ഒരു ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ചുകൊണ്ട് പോകുന്ന വഴിയെ ഗേത്തോ ടൈം വെസൽ ഗ്രൂപ്പ് ഒരു നോൺ സോഴ്സറീസ് ഗ്രൂപ്പ് ആയതിനാൽ അവരെ ഓർത്ത് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ലെന്നും പക്ഷേ ഗ്രൂപ്പ് ക്യൂവിനെ നമ്മൾ ഭയക്കണമെന്നും അയാൾ ഗോജോയോട് പറയുന്നു. നമ്മൾ വളരെ സ്ട്രോങ്ങസ്റ്റ് ആയ ആളുകളായതിനാലല്ലേ തെങ്കൻ നമ്മൾക്ക് ഈ മിഷൻ നൽകിയതെന്ന് അയാൾ പറഞ്ഞപ്പോൾ ഗേത്തോ ഗോജോയെ അവന്റെ സില്ലിയായി സംസാര രീതിയെ ഗുണദോഷിക്കുന്നു. എന്നാൽ അത് ഗോജോയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടിരുന്നില്ല. ശേഷം ഗേത്തോ ആ പെൺകുട്ടിയുടെ റൂമിൽ ചെന്ന് ബെല്ലടിച്ചതും അതിനകത്ത് നിന്ന് ബോംബ് പൊട്ടുന്നു. ഇത് താഴെ നിന്ന് കണ്ട ഗോജോ ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിച്ചപ്പോൾ ഗേത്തോ താൻ സേഫ് ആണെന്ന് മറുപടി പറയുന്നു. അപ്പോൾ ഗോജോ അവൾ മരിച്ചാൽ നമ്മുടെ മിഷൻ ഫെയിൽ ആവൂലേ എന്ന് ചോദിച്ചപ്പോൾ ഗേത്തോ ആ പെൺകുട്ടി താഴേക്ക് വീഴുന്നത് ശ്രദ്ധിക്കുന്നു. ശേഷം ഒന്നും നോക്കാതെ ഗേത്തോ താഴേക്ക് ചാടി തന്റെ കേസിനെ ഉപയോഗിച്ച് അവളെ രക്ഷിക്കുന്നു. എന്നാൽ അതിനകത്തായി ഗ്രൂപ്പ് ക്യൂവിലെ മെമ്പർ നിൽക്കുന്നത് അയാൾ കാണുന്നു. അങ്ങനെ അവർ തമ്മിൽ ഒരു ഫൈറ്റ് തുടങ്ങുന്നു. അതേസമയം തന്നെ ഗോജോയുടെ അടുത്തും ഒരു ഗ്രൂപ്പ് ക്യൂ മെമ്പർ വന്ന്, നീയാണല്ലേ വളരെ ഫേമസ് ആയ സത്തുറോ ഗോജോ, നീ വളരെ പവർഫുൾ ആണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് അയാൾ അവനെ ഫൈറ്റിനായി വെല്ലുവിളിക്കുന്നു. പക്ഷെ ഗോജോ അവസാനം തല്ലുകൊണ്ട് കിടന്ന് കരഞ്ഞേക്കരുത് എന്ന നിബന്ധനയുമായി അയാളിനോട് ഫൈറ്റിന് പോകുന്നു. അതേസമയം തന്നെ ഇതെല്ലാം മറ്റൊരിടത്തു നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന 2 പേരെ കാണിക്കുന്നു. അതിലൊരാൾ ടൈം വെസൽ ഗ്രൂപ്പിലെ മെമ്പർ ആയിരുന്നു. അയാൾ മറ്റേ ആളോടായി പറയുന്നു, ടൈം വെസൽ ഗ്രൂപ്പിന് ജുജുത്സു സോഴ്സറേഴ്സിനെ എതിരിടാനുള്ള ശക്തിയില്ല. പക്ഷേ കാശിന്റെ കാര്യത്തിൽ ഞങ്ങൾ അങ്ങനെയല്ല. അതിനാൽ സ്റ്റാർ പ്ലാസ്മ വെസലിനെ കൊല്ലുന്ന ജോലി നീ ഞങ്ങളെ സഹായിക്കുമോ സെനിൻ? അപ്പോൾ മറ്റേയാൾ മറുപടിയായി പറയുന്നു, ഞാനിപ്പോൾ ഒരു സെനിനല്ല. കാരണം എൻ്റെ മാരേജ് കഴിഞ്ഞു. അതിനാൽ എൻ്റെ വൈഫിൻ്റെ ലാസ്റ്റ് നെയിമായ ഫുഷിഗുറു എന്ന പേരിൽ ഇനി എന്നെ വിളിച്ചാൽ മതി. ഒപ്പം നിങ്ങൾ തന്ന ഈ ജോലി ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. അങ്ങനെ ജുജുത്സു കൈസൻ സീസൺ 2 എപ്പിസോഡ് 1 അവസാനിച്ചിരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. കമൻറ്റ് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക. അടുത്ത വീഡിയോ മുഴുവൻ അതുവരെ